വെൽക്കം എവ്രിവൺ. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് റേഞ്ച് ഓഫ് മോഷനെ കുറിച്ചിട്ടാണ്. ഇപ്പോൾ നമ്മുടെ ACL മെനിസ്കസ് സർജറി കഴിഞ്ഞിട്ട് 4 മാസം കംപ്ലീറ്റ് ആയി. റേഞ്ച് ഓഫ് മോഷൻ, നമ്മളെ ഡിഗ്രി ഓഫ് മൂവ്മെന്റ്സ്, മുട്ട് മടക്കാൻ പറ്റുന്ന ആ മൂവ്മെന്റ്സിനെയാണ് നമ്മൾ റേഞ്ച് ഓഫ് മോഷൻ എന്ന് പറയുക. നമ്മൾ ആദ്യം 0 എക്സ്റ്റൻഷൻ, നമ്മുടെ നീ എക്സ്റ്റൻഷൻ 0 ഡിഗ്രിയിലാണ്. നമ്മുടെ മുട്ട് നമ്മൾ ഫുള്ളായിട്ട് മടക്കാൻ പറ്റുന്ന ഫുൾ ഫ്ലെക്ഷൻ എന്ന് പറയുന്നത് എന്റെ ഡോക്ടർ പറഞ്ഞ പ്രകാരം, ഫിസിയോ പറഞ്ഞ പ്രകാരം 120 ഡിഗ്രിക്ക് മുകളിലാണ്. ഏകദേശം ഫുൾ ബെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരാളുടെ മെഷർ ചെയ്യുകയാണെങ്കിൽ 135 ഡിഗ്രി വരെ പോവാം, 135 ഡിഗ്രി വരെ പോവാം. അപ്പം ഒരു 0 to 120 ഡിഗ്രി എന്നുള്ള ഒരു റേഞ്ച് ഓഫ് മോഷൻ നമുക്ക് എടുക്കാം. 0 to 120 ഡിഗ്രി. നമ്മൾ പൊതുവെ വാക്ക് ചെയ്യുമ്പോൾ നമ്മുടെ കാല് മടങ്ങുന്നത് ഏകദേശം ഒരു 60-70 ഡിഗ്രി ഫ്ലെക്ഷനിലാണെന്നാ പറയാം. അപ്പൊ നമ്മൾ നടക്കുമ്പോൾ നമ്മുടെ ഫ്ലെക്ഷൻ നമുക്ക് ആവശ്യമുണ്ട്. ഓക്കെ, നമ്മൾ നടക്കുമ്പോൾ നമ്മൾ കാല് നമ്മളിങ്ങനെയാണ് നടക്കുന്നത്. ഒരു ഗേറ്റ് വാക്കിംഗ് ആക്ച്വലി ആദ്യം ഹീൽ വെക്കും, പിന്നെ ടോ. ഏകദേശം നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളൊരു 60-70 ഡിഗ്രി നീ ഫ്ലെക്ഷന്റെ ആവശ്യമുണ്ട്. അപ്പൊ നമ്മള് സ്റ്റെപ്പ് ക്ലൈംബ് ചെയ്യുന്ന സമയത്ത് ഒരു നീ ഫ്ലെക്ഷൻ വരുന്നത് ഒരു 90 ഡിഗ്രിക്ക് മുകളിലാണ്, ഒരു 90 ഡിഗ്രി വേണം. അപ്പൊ നമ്മുടെ നീ ഫ്ലെക്ഷൻ ഒരു 90 ഡിഗ്രിക്ക് മുകളിലായി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് സ്റ്റെപ്പ് ഒക്കെ കയറാൻ പറ്റുള്ളൂ. നമ്മളിപ്പോ ശ്രദ്ധിക്കുക, ഏകദേശം ഒരു 90 ഡിഗ്രി നമ്മള് നീ ഫ്ലെക്ഷൻ ആവശ്യമുണ്ട്. നമ്മൾ നോക്കുക ഏകദേശം. ഓക്കെ, അപ്പൊ അതാണ് നമ്മുടെ നീ ഫ്ലെക്ഷന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അതാണ് നമ്മള് ഒരു 90 ഡിഗ്രിയുടെ ആവശ്യം വരും. ഇനി നമ്മൾ ഒരു സ്ക്വാട്ട്, നമുക്ക് ഇരിക്കണം, നമുക്ക് ഇങ്ങനെ കുത്തിയിരുന്നിരിക്കണം, സ്ക്വാട്ട് ചെയ്യണം. ആ രീതിയിലേക്ക് പോകുമ്പോൾ നമ്മുടെ നീ ഫ്ലെക്ഷൻ ഏകദേശം ഒരു 110 ഡിഗ്രി കടുത്തോളം വരും. അതാണ് നമ്മുടെ നെക്ക് ഫ്ലെക്ഷൻ കൂട്ടി വരുമ്പോൾ നമ്മുടെ ഫ്ലെക്സിബിലിറ്റി, നമ്മുടെ മൂവ്മെന്റ്സിന് നമുക്ക് വളരെ പ്രയോജനപ്പെടും. നമ്മളിപ്പോൾ ഒരു സ്ക്വാട്ട് ചെയ്യുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ നീ ഫ്ലെക്ഷൻ നല്ലോണം വരുന്നില്ലേ? ഇങ്ങനെ ചെയ്യുന്നുണ്ട്, നമുക്ക് ഇപ്പം ഇരിക്കാനെല്ലാം പറ്റുന്നുണ്ട്. നീ ഫ്ലെക്ഷന്റെ പ്രശ്നമില്ല. ഇപ്പോൾ ഒരു 4 മാസമായി നമ്മൾ നോക്കുന്നതാണ്. ഇതിപ്പോൾ നമ്മൾ ഇരിക്കാൻ പ്രശ്നമില്ല, ഇങ്ങനെ ഇരുന്നിട്ട് നമ്മളിതായി ഇങ്ങനെ ഇരിക്കാൻ നമുക്ക് പ്രശ്നമില്ല. അപ്പൊ നമ്മൾ സ്ക്വാട്ട് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ ഫ്ലെക്ഷൻ നല്ലവണ്ണം ആവശ്യമുണ്ട്. അപ്പൊ നമ്മുടെ നീ ഫ്ലെക്ഷൻ കൂടുന്നതിനനുസരിച്ചിട്ട് നമുക്ക് എല്ലാ ഫ്ലെക്സിബിലിറ്റിയും വരും. നമ്മളിപ്പം ഫിസിയോതെറാപ്പിസ്റ്റിന്റെ അടുത്ത് പോയിട്ട് നമ്മൾ റേഞ്ച് ഓഫ് മോഷൻ നോക്കുകയാണെങ്കിൽ അവരുടെ കയ്യിൽ മീറ്റർ ഉണ്ടാവും. നമ്മുടെ എത്ര കറക്റ്റ് ആയിട്ടുള്ള ഡിഗ്രി ഓഫ് മൂവ്മെന്റ്സ് ഫ്ലെക്ഷൻ നോക്കാനുള്ള മീറ്റർ ഉണ്ട്. നമുക്കിപ്പം വീട്ടിലാകുമ്പോൾ മീറ്റർ ഇല്ല, നമുക്കൊരു കമ്പാരിസൺ വെച്ച് ചെയ്യണം. അപ്പൊ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ നീ ഫ്ലെക്ഷൻ വേറൊരാൾക്ക് എത്രത്തോളം പറ്റുന്നുണ്ട് അങ്ങനെ ഒരു കമ്പാരിസൺ ഒരിക്കലും ചെയ്യരുത്. നമ്മൾ ചെയ്യേണ്ടത് യു വേഴ്സസ് യു. മീൻസ് നമ്മുടെ ഇപ്പൊ എന്റെ ലെഫ്റ്റ് നീ ആണ് ഓപ്പറേറ്റ് ചെയ്തത് 4 മാസമായി, നമ്മൾ റൈറ്റ് നീ ചെയ്തിട്ടില്ല. എന്റെ റൈറ്റ് നീക്ക് എത്രത്തോളം ഫ്ലെക്ഷൻ ഉണ്ട് എന്നുള്ളത് ആദ്യം നമ്മൾ നോക്കുക. ഞാൻ ആദ്യം നോക്കി റൈറ്റ് നീന് എത്രത്തോളം മാക്സിമം പറ്റുന്നുണ്ട്. ഇപ്പൊ പൊതുവേ നമ്മൾ പറയുകയാണെങ്കിൽ ഏകദേശം ഒരു 120 ഡിഗ്രി പ്ലസ് ആണെങ്കിൽ നമ്മൾ നീ മുട്ടിന്റെ ചിരട്ട നോക്കുക, ചിരട്ടയെ അപേക്ഷിച്ചിട്ട് നമ്മുടെ ടോ നോക്കുക. അപ്പൊ അതാണ് ഏകദേശം ഒരു ഫുൾ റേഞ്ച് ഓഫ് മോഷൻ ഫുൾ ആണ്, അല്ലെങ്കിൽ നീ ഫ്ലെക്ഷൻ ഒരു 120 ഡിഗ്രിയുടെ അടുത്താണ് എന്നുള്ളത് നമുക്ക് ഏകദേശം നോക്കാൻ പറ്റും. നമ്മുടെ മുട്ട് ചിരട്ടയെ കമ്പയർ ചെയ്തിട്ട് ടോനെ നോക്കുക. ഓക്കെ, അപ്പൊ അതേപോലെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഞാനിപ്പോ ഏകദേശം ഒരു സ്കെയിൽ വെക്കാം. സ്കെയിൽ വെച്ചിട്ട് ഇങ്ങനെ വെക്കാം, ഒരു ബോക്സും വെക്കുന്നുണ്ട്. നമ്മൾ ഏകദേശം ഒരു കമ്പാരിസൺ. ഇനി ഞാൻ പറയുന്നത് നമ്മുടെ ഓപ്പറേറ്റ് ചെയ്ത ലെഗ് നമ്മൾ എത്രത്തോളം ഫ്ലെക്ഷൻ ഉണ്ട് എന്നാണ് നോക്കുന്നത്. നമ്മൾ മടക്കി ആദ്യമത്തേക്ക് തുടക്കമൊക്കെ ഇത്ര പറ്റും നമുക്ക്. പിന്നെ നമ്മൾ കുറച്ച് ഓൾവേസ് കൂട്ടി വരിക. എല്ലാ ദിവസവും നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തതിനേക്കാളും കൂട്ടി നമ്മളെ ഡിഗ്രി ഓഫ് മോഷൻ കൂട്ടി എടുക്കുക മൂവ്മെന്റ്സ് സാധാരണ. ഓക്കെ, പക്ഷെ എപ്പോഴും എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട്
നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തതിനേക്കാളും കുറച്ച് ഡിഗ്രി കുറവായിരിക്കും നെക്സ്റ്റ് ദിവസം ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. അപ്പൊ അത് നമ്മൾ എക്സസൈസ് ചെയ്ത് എൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ഏകദേശം അതിൽ കൂടുതൽ എടുക്കുക. ഓക്കെ, ഇപ്പൊ നമുക്ക് മാക്സിമം ചെയ്യാൻ പറ്റുന്നത് ഇപ്പൊ ഇത്രയാണ്, നമുക്ക് ഇത്രത്തോളം ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ഏകദേശം നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ കാഫ് മസിൽസ് നമ്മുടെ ഹാംസ്ട്രിങ്സിൽ ടച്ച് ചെയ്തു. ഇപ്പൊ നിങ്ങൾ നോക്കുകയാണ് കാഫ് മസിൽ ഇവിടെയാണ്, ഹാംസ്ട്രിങ് ഇവിടെയാണ്. നമ്മളിപ്പോ എക്സസൈസ് ഒക്കെ ചെയ്യുന്നു. ഓക്കെ ഓക്കെ ഗുഡ്. സോ നമുക്ക് എല്ലാവർക്കും ഇങ്ങനെയൊക്കെ ഇരിക്കണ്ടേ? അപ്പൊ നമ്മുടെ നീ ഫ്ലെക്ഷനും റേഞ്ച് ഓഫ് മോഷനും ഒക്കെ കൂട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇങ്ങനെയൊക്കെ ഇരിക്കാൻ പറ്റുള്ളൂ. ഓപ്പറേഷന് ശേഷം 4 മാസം കഴിഞ്ഞു ഇങ്ങനെയൊക്കെ ഇരിക്കാൻ പറ്റുന്നുണ്ട്. താങ്ക്സ്. സോ ഇപ്പൊ നമുക്കിങ്ങനെ വജ്രാസനം പോസ്റ്റിലൊക്കെ ഇരിക്കാൻ പറ്റുന്നുണ്ട്. സോ ഇഫ് യു ഫൗണ്ട് ദിസ് വീഡിയോ യൂസ്ഫുൾ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.